മനുഷ്യ മനസാക്ഷിയെ അങ്ങേറ്റം നടുക്കുന്ന ക്രൂരമായൊരു കൊലപാതക വാർത്തയാണ് ബംഗളൂരുവിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത്. ബംഗളൂരുവിലെ RR നഗറിൽ BEML ലേഔട്ടിൽ പക്ഷാഘാതം ബാധിച്ച് തളർന്നു കിടപ്പിലായിരുന്ന 72-കാരിയായ സാവിത്രി അമ്മയെ സ്വന്തം മകൻ കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തി. കഴിഞ്ഞ 5 വർഷമായി കിടപ്പിലായിരുന്ന വയോധികയാണ് അവർക്ക് തണലാകേണ്ട മകന്റെ കൈകളാൽ ഇത്രയും ദാരുണമായി കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച ഉച്ചയോടെ നടന്ന ഈ അരും കൊല നാടിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. കൊലപാതകത്തിന് പിന്നാലെ സാവിത്രിയമ്മയുടെ മകൻ 42-കാരനായ വെങ്കിടേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അസുഖബാധിതനായ അമ്മയെ ദീർഘകാലം പരിചരിക്കേണ്ടി വന്നതിലുണ്ടായ മടുപ്പും മാനസിക വിഷവുമാണ് ഇത്തരമൊരു ക്രൂരകൃത്യത്തിലേക്ക് അയാളെ നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ബംഗളൂരുവിലെ RR നഗറിലുള്ള BEML ലേഔട്ടിലെ ഒരു ഫ്ളാറ്റിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ക്രൂരകൃത്യം നടന്നത്. കൊല്ലപ്പെട്ട സാവിത്രിയമ്മ കഴിഞ്ഞ 4-5 വർഷമായി പക്ഷാഘാതം പിടിപെട്ട് പൂർണ്ണമായും കിടപ്പിലായിരുന്നു. എഴുന്നേൽക്കാനോ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനോ പോലും മറ്റൊരാളുടെ സഹായമില്ലാതെ അവർക്ക് സാധിക്കില്ലായിരുന്നു. ഞായറാഴ്ച ഉച്ചയോടെയാണ് മകൻ വെങ്കിടേഷ് തന്റെ അമ്മയെ 4ാം നിലയിലെ ബാൽക്കണിയിൽ എത്തിച്ചത്. ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം തളർന്നു കിടന്ന വൃദ്ധയെ വെങ്കിടേഷ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയായിരുന്നു. 4ാം നിലയിൽ നിന്ന് കോൺക്രീറ്റ് തറയിലേക്ക് തലയിടിച്ചു വീണ സാവിത്രിയമ്മ നിമിഷങ്ങൾക്കകം തന്നെ മരണപ്പെട്ടു. വീഴ്ചയുടെ ആഘാതത്തിൽ മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധം തകർന്നിരുന്നു. ദീർഘകാലമായി അമ്മ കിടപ്പിലായിരുന്നത് മൂലമുണ്ടായ മാനസിക വിഷമവും പരിചരിക്കുന്നതിലെ മടുപ്പുമാണ് ഇത്തരമൊരു കടുംകൈയും ചെയ്യാൻ വെങ്കടേഷിനെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. സ്വന്തം അമ്മയെ പരിചരിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഭാരമായി കണ്ട മകൻ അവരെ എന്നേക്കുമായി ഒഴിവാക്കാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് ഈ കൊലപാതകം നടത്തിയത്. സംഭവ സമയത്ത് മറ്റാരും സ്ഥലത്തില്ലായിരുന്നില്ല എന്നത് ഇയാൾക്ക് കൃത്യം എളുപ്പമാക്കാൻ സഹായിച്ചു. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ഈ കൊലപാതകത്തിൽ RR നഗർ പോലീസ് അതിവേഗമാണ് നടപടികൾ സ്വീകരിച്ചത്. സാവിത്രിയമ്മയുടെ മരണത്തിന് പിന്നാലെ സംശയിക്കപ്പെട്ട മകൻ 42-കാരനായ വെങ്കിടേഷിനെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചതായാണ് വിവരം. ദീർഘകാലമായി അസുഖബാധിതയായ അമ്മയെ പരിചരിക്കേണ്ടി വന്നതിലുണ്ടായ മാനസിക വിഷമമാണ് പ്രതി ഈ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത്. എങ്കിലും കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തികമായ എന്തെങ്കിലും തർക്കങ്ങളുണ്ടോ മറ്റു കുടുംബ പ്രശ്നങ്ങളുണ്ടോ എന്ന് പോലീസ് അതീവ ഗൗരവത്തോടെ പരിശോധിച്ചു വരികയാണ്. ഇതിനായി കുടുംബാംഗങ്ങളുടെയും അയൽവാസികളുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പ്രതിയുടെ മാനസിക നില വിലയിരുത്തുന്നതിനായി വിശദമായ മെഡിക്കൽ പരിശോധന നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. സംഭവം നടന്ന BEML ലേഔട്ടിലെ കെട്ടിടത്തിൽ ഫോറൻസിക് വിദഗ്ധരെ എത്തിച്ച് പോലീസ് തെളിവുകൾ ശേഖരിച്ചു. അമ്മയെ 4ാം നിലയിൽ എത്തിച്ച രീതിയും അവിടെ നിന്ന് തള്ളിയിട്ട സാഹചര്യവും പോലീസ് പുനഃസൃഷ്ടിക്കും. നിലവിൽ RR നഗർ പോലീസ് കേസെടുത്ത് കൊലപാതകത്തിന് പിന്നിലെ എല്ലാ സാഹചര്യങ്ങളും വ്യക്തമാക്കാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രതിയെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. മാതാപിതാക്കളെ പരിചരിക്കുന്നത് ഒരു ഭാരമായി കാണുന്ന വർത്തമാന കാലത്ത് ചില മക്കളുടെ ക്രൂരതയിലേക്കാണ് ബംഗളൂരുവിലെ ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. അസുഖബാധിതയായി തളർന്നു കിടക്കുന്ന ഒരു അമ്മയ്ക്ക് തണലാകേണ്ട മകൻ തന്നെ അവരുടെ അന്തകനായത് സമൂഹത്തിന് വലിയൊരു അപമാനമാണ്. സാവിത്രിയമ്മയുടെ ദാരുണമായ ഈ അന്ത്യം മാതൃത്വത്തോടുള്ള വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. പ്രതിയായ വെങ്കടേഷിനെതിരെ കൊലപാതക കുറ്റത്തിന് കർശനമായ ശിക്ഷ ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹത്തിൽ ബോധവൽക്കരണം അനിവാര്യമാണെന്ന് ഈ ദുരന്തം ഓർമ്മിപ്പിക്കുന്നു.